അപ്പോൾ പല കസ്റ്റമറും നമുക്ക് ഫുള്ളും തന്നെ ചുടുകട്ടയിൽ പണിത വീട് നമ്മൾ ചോദിച്ചു വരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു വീട് ഫുള്ളും തന്നെ ചുടുകട്ടയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മുടെ ട്രിവാൻഡ്രം പെരുകാവ്, അതായത് നമ്മൾ തിരുമലയ്ക്ക് സമീപം വരുന്ന പെരുകാവ് എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ പെരുകാവിൽ നിന്ന് ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു 4 ബെഡ്റൂമുള്ള ഈ ചുടുകട്ടയിൽ പണിത ഫുള്ളും തന്നെ ചുടുകട്ടയിൽ പണിത ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ബാക്കി 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമ്മൾ ഈ ഒരു വീട് ഇരിക്കുന്നത് ഒരു ഏകദേശം ഒരു 30 വീടുകളുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്കാണ്, കണ്ടോ. അപ്പം ബാക്കി എല്ലാ വീടുകളും നമുക്ക് ഏകദേശം സെയിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പണി കഴിഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫ്രണ്ടിലുള്ള റോഡ് കാണും, നമുക്കൊരു 2 കാറൊക്കെ നമുക്ക് പോകാൻ വേണ്ടിയുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് ലുക്ക് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ നമുക്ക് ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിൽ വരുന്നതാണ്. നല്ല വൈഡായിട്ടുള്ളൊരു വീടാണ് ഫ്രണ്ടിൽ നമ്മൾ നോക്കിയിരിക്കുന്നത്. നല്ല ലുക്കുള്ള ബ്യൂട്ടിഫുൾ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പുറത്തോട്ടുള്ള കാഴ്ച കൂടെ കാണാം. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ കാണാം. നമുക്കിവിടെ മെയിനായിട്ട് ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. തൊട്ടപ്പുറത്ത് അവിടെ നമുക്ക് കാറൊക്കെ കയറുന്നത് നമുക്ക് ആ ഒരു വഴിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റാണ് അപ്പുറത്ത് വരുന്നത്. ഇവിടെ ഒരു സിംഗിൾ ഗേറ്റ് ഇതായി ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് 6 സെൻറ്റിലാണ് ഇരിക്കുന്നത്. 2700 സ്ക്വയർ ഫീറ്റിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 2 ബെഡ്റൂം, അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും തൊട്ടിപ്പുറത്ത് നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് 2 ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. തറയിൽ ഫുള്ള് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ. തറ ഫുള്ള് തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു കിണറും വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്, കണ്ടോ. കിണർ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നല്ല വൈഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റാണ് നമുക്കിവിടെ തറയിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഈ സൈഡിൽ ഫുള്ളും ചെയ്തിട്ടുള്ളത് ടെയിലാണ്, വാൾ ടെയിൽ കൊടുത്തിട്ടാണ് നമുക്കിവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ പ്രൊഫൈൽ ഫാൻ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് അവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഏരിയ ഒക്കെ വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ളും തന്നെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്, കണ്ടോ. ഫുള്ള് തേക്കിൽ ചെയ്തിട്ടുള്ള ഒരു വലിയ ഡോറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കയറി കാണാം. ഇനി നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്, കണ്ടോ. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്ത് ഒരു ഡൈനിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നത് ഈ 2 ഭാഗത്തായിട്ടാണ്, കണ്ടോ. ഇവിടെയും തൊട്ടിപ്പുറത്ത് കണ്ടോ, ഇവിടെ 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 22x18 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ വലിയ TV യൂണിറ്റ് വരുന്നത്, കണ്ടോ. ഇത് ഫുള്ളും തന്നെ PVC പാനൽ ചെയ്തിട്ടുള്ളതാണ്. ഈ പാനലിങ് ഫുള്ള് വരുന്നത് ഒരു വലിയ TV വരെ വയ്ക്കാനുള്ള സ്പേസ് കണ്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മൾട്ടിവുഡും അലുമിനിയം ഫാബ്രിക്കേഷനിലും കൂടെ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ തൊട്ടിപ്പുറത്താണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ 14x14 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് കണ്ടോ ഒരു വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ UPS അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ കണക്ഷൻസൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് ഇനി ഓപ്പൺ കിച്ചൺ ഉണ്ട്. അപ്പോൾ ഈ ഓപ്പൺ കിച്ചൻ്റെ ശേഷം നോക്കാം. അപ്പോൾ ഈ ഒരു കിച്ചൺ വരുന്നത് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ ഓപ്പൺ കിച്ചണിൽ തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്ന കബോർഡ്സ് ഫുള്ളും തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു കബോർഡ്സ് ഫുള്ളും തന്നെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ളും തന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയുണ്ട് ഇത്രയും സ്പേസൊക്കെ
അല്ല ഇത്രയും സാധനങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ഉള്ള സ്റ്റോറേജ് സ്പേസൊക്കെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു സിങ്ക് വരുന്നുണ്ട്. സറയുടെ പ്രോഡക്റ്റാണ് നമുക്ക് ഇവിടെ സിങ്ക് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. തൊട്ട് ബാക്കിലായിട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ക്ലോസ് ചെയ്ത് എടുത്താൽ നമുക്കൊരു വർക്ക് ഏരിയക്കാനുള്ള സ്പേസും ഉണ്ട്. അവിടെ ഒരു നനകല്ല് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തറയിലെല്ലാം തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ആ 2 ബെഡ്റൂമിൻ്റെ കാഴ്ച കൊണ്ട് കാണാം. നമുക്ക് ഇവിടെയാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. കണ്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്ക് 18x12 ഡയമെൻഷനിലുള്ള ബെഡ്റൂമാണ്. ടൈലെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഈ ഭാഗത്തുണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഷെൽഫ് പോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിറർ അവിടെ ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്കി മേക്കപ്പ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വയ്ക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, അങ്ങനെ ഒരു ഷെൽഫ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ട് നമുക്കൊരു കിടിലം ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3 ഡോറും കണ്ടോ, നടുക്കൂടെ ഒരു ഗ്ലാസ് കേട്ടാണ് ഒരു സെറ്റപ്പ് പോലെ ചെയ്തിട്ടുള്ളത്. താഴെ 2 ഡോർസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല സ്പേസ് ഉണ്ട്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഷവറുണ്ട്. ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ നമുക്ക് കയറി വരുന്നത് ഈ വഴിക്കാണ്. നമുക്ക് ഇവിടെ അതിൻ്റെ തൊട്ട് വലത് ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അപ്പുറത്തെ പോലെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെ ചെയ്തിട്ടുള്ളത് വേറൊരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. വുഡൻ ഫിനിഷിങ് കണ്ടോ വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു വുഡൻ ഫിനിഷിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മിററിൻ്റെ ബാക്കിലും കണ്ടോ സ്പേസ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ നമുക്കിവിടെ സ്പേസ് ഉണ്ട്. ഒരു 4 ഡോർ വരുന്ന രീതിക്കാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വാർഡ്രോബ് തന്നെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ടൈലിങ്, ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈലിങ് തന്നെയാണ് ഇവിടെ വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഈ കാണുന്ന സ്റ്റെയർ കയറി നമുക്കിനി മുകളിലോട്ട് പോകാം. അവിടെയാണ് ബാക്കി 2 ബെഡ്റൂമും വരുന്നത്. വുഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഹാൻഡിൽസ് വരുന്നത്. താഴെ നമുക്ക് ഗ്രാനൈറ്റാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മുകളിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മുകളിൽ ഒരു ഫാൻസി ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കിടിലം ലിവിങ് ഏരിയ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ലിവിങ് ഏരിയ വരുന്നുണ്ട്. നമ്മൾ കയറി വന്ന ഭാഗം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് വന്നത്. അത് കയറി വരുന്ന ഇതിൻ്റെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കിവിടെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ ഔട്ട് കണക്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ഈ ഭാഗത്ത് ഒരു വാഷിംഗ് ഏരിയ അത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ PVC പാനലാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരു TV യൂണിറ്റ് ഇത് ഇവിടെ വരുന്നുണ്ട്. ഉണ്ടോ, നല്ലൊരു TV യൂണിറ്റ് ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇനിയപ്പോൾ നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂം ഉള്ളതിൽ അപ്പോൾ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ വലിപ്പമായിട്ടുള്ളൊരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം 16x14 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റിങ്, സ്ട്രിപ്പ് ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഏരിയ ഉണ്ട്. ഇവിടെ ആയിട്ടൊരു വാർഡ്രോബ് ഉണ്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ്. കണ്ടോ, എത്ര ഡോർ നോക്കിയാൽ 1 2 3 4 5 ഡോറും. പിന്നെ നമുക്ക് ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഡ്രസ്സൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴെ 2 ഡ്രോസ് വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് ലൈറ്റ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കിഡിലെ ഒരു വാർഡ്രോബാണ്. അലുമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഇത് ഇത്രയും ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് PVC പാനലാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്.
ഭാഗത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമ്മൾ താഴെ കണ്ട പോലെ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈലെല്ലാം ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് തന്നെ നമുക്ക് പുറത്ത് ഈ സൈഡിലായിട്ട് നമുക്കൊരു ബാൽക്കണി ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. കണ്ട് ഇവിടെ ആയിട്ട് ഒരു ബാൽക്കണി ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ബാൽക്കണിയിലോട്ട് പോകാനുള്ള ഒരു ആക്സസും ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ കയറി നമുക്ക് മുകളിൽ ടെറസിൽ പോകാനുള്ള വഴിയൊക്കെ നമുക്ക് ഈ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 14x12 ഡയമെൻഷനിലാണ്. അപ്പം മുകളിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2x2 ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെയും വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെ ചെയ്ത ഒരു വാർഡ്രോബാണ്. ഒരു 3 ഡോർ വരുന്ന ടൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ടൈലെല്ലാം നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തത്തിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ മെയിൻ ബാൽക്കണിയാണ്. ഈ ഭാഗത്താണ് നമുക്ക് മെയിൻ ബാൽക്കണി ഏരിയ വരുന്നത്. ഉണ്ടോ, ഇതാണ് നമുക്കിവിടുത്തെ മെയിൻ ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി 30x8 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ ഫുള്ളും തന്നെ നോക്കിയാൽ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബാൽക്കണി വരുന്നത്. ഇതിൻ്റെ പുറകു സൈഡിൽ ചെയ്തിട്ടുള്ള നമ്മൾ താഴെ കണ്ട പോലത്തെ നമുക്കൊരു വാൾ ടൈലാണ് ഈ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം വാൾ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 1,45,00,000 അത് നെഗോഷ്യബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് നമുക്ക് ട്രിവാൻഡ്രത്ത് തിരുമലയ്ക്ക് സമീപം പെരുകാവ് എന്നുള്ള സ്ഥലത്താണ് വരുന്നത്. നമുക്ക് കൂടാതെ ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചുടുകട്ടയിലാണ്. ഫുള്ള് തന്നെ ചുടുകട്ടയിൽ പണിത വീടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് കൂടാതെ 6 സെൻറ്റിൽ 2700 സ്ക്വയർ ഫീറ്റിലുണ്ട്. വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ഉണ്ട്, ലിവിങ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ വീട് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ ഇതൊരു വലിയ വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. ഏകദേശം ഒരു 30 വീട് വരെ നമുക്ക് ഈ ഒരു വില്ല കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ലൊക്കേഷൻ വന്നാൽ തീർച്ചയായിട്ടും ഈ ഇഷ്ടപ്പെടും വീട് നിങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഹോം ലോൺ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആകെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം.